കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മഞ്ഞപ്പ് അഥവാ ജോണ്ടിസ് എന്ന് പറയുന്നത് വലിയ കുട്ടികളിലും അതുപോലെ തന്നെ വലിയ ആൾക്കാരിലും അഡൽട്സിലും ഉണ്ടാകുന്ന ജോണ്ടിസിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള രീതിയിലുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ജോണ്ടിസ്. ഒരു പരിധിവരെ ഇതിന് ഫിസിയോളജിക്കൽ ജോണ്ടിസ് അഥവാ നമുക്ക് ചികിത്സയൊന്നും ആവശ്യമില്ലാത്ത ഒരു മഞ്ഞപ്പ് എന്നുള്ളത് വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്ക് ഒരു പരിധി ലെവൽ കൂടുതൽ പോകുമ്പോൾ മാത്രമാണ് ഇതിന് ചികിത്സ ആവശ്യമായി വരാറ്. ഇനി ഏതൊക്കെ ടൈപ്പ് ചികിത്സകൾ ആവശ്യമായി വരാറുണ്ടെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഇതിന് ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ഫോട്ടോ തെറാപ്പി അഥവാ ലൈറ്റ് അടിക്കുന്ന ഒരു ചികിത്സയാണ് ചെയ്യാറുള്ളത്. അതിൽ മെയിൻലി ബ്ലൂ ഗ്രീൻ സ്പെക്ട്രത്തിലുള്ള ലൈറ്റ് നമ്മൾ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് അടിക്കുകയും ആ രീതിയിൽ ബിലിറുബിൻ അതായത് ഈ മഞ്ഞ കളർ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ട് മഞ്ഞപ്പ് കുറക്കുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു ലൈറ്റ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റ് രീതിയിലുള്ള ചികിത്സകൾ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ പോലെയുള്ള അതായത് കുഞ്ഞിൻ്റെ ബ്ലഡ് മാറ്റി വെക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ വളരെ ചെറിയ ശതമാനം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആവശ്യമായി വരാറുള്ളത്. ഇനി ഏതൊക്കെ കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു മഞ്ഞ കളർ കൂടാനും ചികിത്സകൾ ആവശ്യമായി വരാനും സാധ്യതയുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ അമ്മയുടെ ഗ്രൂപ്പ് O ഗ്രൂപ്പിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതല്ല അമ്മയുടെ ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ്, കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുള്ള കുട്ടികൾ, എന്തെങ്കിലും തരത്തിലുള്ള അസ്ഫിക്സിയ ജനിക്കുമ്പോൾ കരയാൻ താമസമുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ മഞ്ഞ കളറ് വളരെ കൂടുതലായിട്ട് വരികയും ചികിത്സ തേടേണ്ടി വരുന്ന ആവശ്യം വരാറുള്ളത്.